കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ട്രെയിൻ കവർച്ചയിൽ ഒരാൾ പിടിയിൽ. ഇതര സംസ്ഥാനക്കാരനെ കസ്റ്റഡിയിൽ എടുത്തത് മഹാരാഷ്ട്രയിൽ നിന്ന്. റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ പിടികൂടിയത്. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, എങ്ങനെയാണ് പോലീസ് ഇയാളിലേക്ക് എത്തിച്ചേർന്നത്? എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, ഇവരുടെ പരാതിക്ക് ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതര സംസ്ഥാനക്കാരനായ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. റെയിൽവേ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. പേരുകൾ മാറ്റി പറയുന്ന ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കവർച്ചയ്ക്ക് ശേഷം ഇയാൾ മറ്റൊരു ട്രെയിനിൽ സംസ്ഥാനത്ത് പുറത്തേക്ക് കടക്കുകയായിരുന്നെന്നാണ് അന്വേഷണം നൽകുന്ന പ്രാഥമിക വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. തൃശൂർ സ്വദേശി അമ്മിണിയിൽ നിന്നാണ് വെള്ളിയാഴ്ച പുലർച്ചെ 8,500 രൂപയും മൊബൈൽ ഫോണും ട്രെയിനിൽ ഇവരെ തള്ളിയിട്ട ശേഷം കവർച്ച നടത്തിയത്. സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ കോഴിക്കോട് എത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നത്. പ്രതിക്കായി പോലീസ് ഇന്നലെ തന്നെ കാര്യമായി അന്വേഷണം ആരംഭിച്ചിരുന്നു. റെയിൽവേ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്നും ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സിജു.